ഇന്നീ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് കേരളത്തിലെ തുണ്ടവൽക്കരിക്കപ്പെട്ട കൃഷിഭൂമികളിലെ കർഷകരാണ് നമ്മൾ. ഈ സ്ഥലം വികസിക്കുന്നില്ല, പക്ഷെ നമ്മുടെ കാർഷിക ആവശ്യങ്ങൾ വികസിക്കുന്നു. ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കാർഷിക ആവശ്യങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാം, എങ്ങനെ ഈ വെല്ലുവിളി നേരിടാം, അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, നമ്മുടെ ആവശ്യങ്ങൾ ഈ പരിമിതമായ സ്ഥലത്ത് പരിമിതമായ സമയത്ത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും. തമിഴ്നാടിനെയും കർണാടകത്തെയും ആശ്രയിക്കാതെ വിഷമില്ലാത്ത പച്ചക്കറി നമുക്കെങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളടക്കമുള്ളവർക്ക് സുരക്ഷിതമായ ആഹാരം എങ്ങനെ കൊടുക്കാനും കഴിയുമെന്നുള്ളതാണ്. 3 വർഷമായിട്ട് ഡ്രിപ്പ് പ്രിസിഷൻ ഫാമിംഗ്, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രിപ്പ് കുറച്ച് നാൾ കൂടി അടയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് വീണ്ടും അത് ഓപ്പണാക്കാൻ നോക്കേണ്ടത്, അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളെങ്ങനെ ശ്രദ്ധിക്കണം, അത് ഓരോ ഹോളുകളും ഇങ്ങനെ അടഞ്ഞു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യാനായിട്ട് എന്ത് മാർഗമാണ് നമ്മൾ അവലംബിക്കേണ്ടത്? ഡ്രിപ്പ് അടഞ്ഞു പോകാതിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം അതിൻ്റെ ഫിൽറ്ററുകളാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഗുണനിലവാരം അനുസരിച്ചിരിക്കും നിങ്ങൾ ഫിൽറ്ററുകളെ തിരഞ്ഞെടുക്കേണ്ടത്. പ്രധാനമായും 2 തരം ഫിൽറ്ററുകളുണ്ട്. പ്രാഥമിക ഫിൽറ്റർ ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ ഉണ്ട്, ഡിസ്ക് ഫിൽറ്റർ, സ്ക്രീൻ ഫിൽറ്റർ ഒക്കെ. അപ്പം ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ കളിക ജലസേചനം നമ്മൾ സിസ്റ്റം അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപായിട്ട് വെള്ളത്തിൻ്റെ ക്വാളിറ്റി കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ വെള്ളത്തിൽ പൊതുവെ ആദ്യമേ അടങ്ങിയിരിക്കുന്ന ചില രാസമൂലകങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ രാസവള പ്രയോഗം നടത്തുമ്പോൾ പ്രതിപ്രവർത്തനം നടന്നും ചില രാസവസ്തുക്കൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഗുണനിലവാരം ശരിയായ രീതിയിൽ പരിശോധിച്ചതിന് ശേഷം വേണം ഡ്രിപ്പ് ഇറിഗേഷൻ ശരിയായ രീതിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫിൽറ്ററുകൾ യഥാവിധി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും തടസ്സം ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ പീരിയോഡിക്കായിട്ട് പറയുന്ന പരിപാലന രീതികളുണ്ട്. പല സിസ്റ്റത്തിനും നമ്മൾ ചെയ്യാത്തതാണ്. സിസ്റ്റം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സബ്സിഡി അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ സബ്സിഡി കിട്ടി ഡ്രിപ്പ് സിസ്റ്റം ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് സമയാസമയങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള ശാസ്ത്രീയമായ പരിപാലന രീതികൾ, അത് സിസ്റ്റം ഫ്ലഷ് ചെയ്യുന്നതാകട്ടെ നമ്മൾ 2 ആഴ്ചയിൽ ഒരിക്കൽ മുഴുവൻ തുറന്ന് ഫ്ലഷ് ചെയ്യുക, അല്ലെങ്കിൽ അതിനകത്ത് ആസിഡ് പ്രയോഗം, അങ്ങനെ ഓരോ പരിപാലന രീതികളുണ്ട്. കൃത്യമായ രീതിയിൽ ആ പരിപാലന രീതികൾ അനുവർത്തിച്ചാൽ ഒരിക്കലും ഈ പ്രശ്നം ഉണ്ടാവുന്നതല്ല. മുൻകരുതലുകൾ എടുക്കാത്തത് കൊണ്ട് മാത്രമായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫിൽറ്റർ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ചെളി ഇങ്ങനെ നന്നായിട്ട് പൊന്തി കിടക്കുന്ന വെള്ളമാണെന്ന് വെച്ചാൽ നമ്മൾ സാൻഡ് ഫിൽറ്ററും അതുമാതിരി തന്നെ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആണെങ്കിൽ സ്ക്രീൻ ഫിൽറ്ററും കൊടുത്തിരിക്കണം. അതേസമയം നിങ്ങളുടെ വെള്ളത്തിൽ നിറയെ മണലുണ്ടെങ്കിൽ, ചിലപ്പോൾ പുഴയെന്നോ അല്ലെങ്കിൽ കിണറെന്ന് പറഞ്ഞാൽ നല്ലോണം മണൽ വരുന്ന കുഴൽ കിണറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 300 അടിയിൽ താഴെയാണെങ്കിൽ മണൽ വരും. അതുമാതിരി തന്നെ പുഴയിൽ നിന്ന് കുളത്തിൽ നിന്നാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ വെക്കണം, പിന്നെ സ്ക്രീൻ ഫിൽറ്റർ കൂടി വെച്ചിരിക്കണം. നമ്മളിപ്പോൾ ഗ്രീൻ ഹൗസ് കൾട്ടിവേഷനിൽ പറയുകയാണെങ്കിൽ ഡിസ്ക് ഫിൽറ്റർ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഇതേ ടൈപ്പ് ആണെങ്കിൽ പ്രൈമറി ഫിൽറ്ററായിട്ട് സ്ക്രീൻ ഫിൽറ്ററോ മണലരിപ്പയോ അതുമാതിരി തന്നെ ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്ററോ ഉപയോഗിക്കണം. അതുമാതിരി തന്നെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഫിൽറ്ററിൻ്റെ അടിയിലുള്ള വാൽവ് തുറന്നു കഴിഞ്ഞാൽ കുറേ ചെളി അങ്ങനെ പൊക്കോളും. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ആൾക്കാർ കണ്ടിരിക്കുന്നത് ഫിൽറ്റർ ചെളി കളയാനുള്ളതാണ്. പക്ഷേ ആ ഫിൽറ്റർ കഴുകാൻ വേണ്ടി എടുക്കുമ്പോൾ ജസ്റ്റ് പോയിട്ടങ്ങ് ഓപ്പൺ ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ ആ ഫിൽറ്ററിൽ വന്നിരിക്കുന്ന ചെളി മുഴുവൻ അങ്ങനെ തന്നെ സിസ്റ്റത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിയിലൊരു ചോക്ക് വാൽവ് ഉണ്ടാവും. ആ വാൽവ് തുറന്ന് ചളി വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഫിൽറ്റർ തുറക്കാൻ പാടുള്ളൂ. അതുമാതിരി സാൻഡ് ഫിൽറ്റർ ഇടയ്ക്ക് ബൈപ്പാസ് അതിൻ്റെ ബാക്ക് വാഷ് ചെയ്യാനായിട്ട് ചെയ്തിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്ലെറ്റ് അടയ്ക്കുക, ബാക്ക് വാഷ് വാൽവ് തുറക്കുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ ചെളി പൊക്കോളും. 6 മാസം കൂടുമ്പോൾ നമ്മൾ മണലൊന്ന് ഇങ്ങനെ സ്റ്റിർ ചെയ്തിട്ട് അതിനെ ബാക്ക് വാഷ് ചെയ്യണം. 2-3 വർഷം കഴിയുമ്പോൾ അതിൻ്റെ മണൽ മാറ്റണം. അതുമാതിരി 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ സബ്മെയിൻ്റെ ഫ്ലഷ് വാൽവ് ഒന്ന് വലിച്ച് ചെളി കളയുക. അതുമാതിരി ലാറ്ററലിൻ്റെ എൻഡ് ഒന്ന് ചെളി കളയുന്നത് ശ്രദ്ധിക്കണം. പിന്നെ എന്നിട്ടും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ നൈട്രിക് ആസിഡോ ഹൈഡ്രജൻ ക്ലോറൈഡോ അങ്ങനെയുള്ള ഏതെങ്കിലും ആസിഡ് pH 4 ആവുന്നവരെ ആക്കിയിട്ട് സിസ്റ്റത്തിലൂടെ കടത്തി വിട്ടിട്ട് ഒരു ദിവസം അങ്ങനെ വെച്ച് പിറ്റേ ദിവസം ഫ്ലഷ് ചെയ്ത് കളയും. ഈ പ്രിസിഷൻ ഫാമിംഗ് അല്ലെങ്കിൽ കൃത്യത കൃഷിയും ഹൈടെക് കൃഷിയും വന്നതോടുകൂടി സ്വന്തമായി ഭൂമിയില്ലാത്ത ഒട്ടേറെ ചെറുപ്പക്കാർ പാട്ടത്തിന് ഭൂമിയെടുത്ത് കൃഷിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട തൃശ്ശൂർ ജില്ലയിലെ സോളമൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ കുറച്ച് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ശ്രീ സോളമൻ, കൃഷിഭവനുമായി ബന്ധപ്പെട്ട സബ്സിഡികളെ കുറിച്ചാണ്. അതായത് പലപ്പോഴും നമ്മൾ കൃഷിഭവനിൽ കേൾക്കുന്നത് ഇത്ര ശതമാനം സബ്സിഡി എന്നാണ്. പക്ഷേ
നമ്മൾ ചിലവാക്കുന്ന പൈസയുടെ ശതമാനമല്ല അത് എന്നുള്ളത് പല കൃഷിക്കാർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും കൃഷിഭവനുകളിൽ പലപ്പോഴും കേൾക്കുകയും ചെയ്യാം. ഞാൻ ചോദിക്കുന്നത്, ഒരു ഹെക്ടർ സ്ഥലത്ത് ഡ്രിപ്പ് മൾച്ചിങ് അടക്കം അതിൻ്റെ കോസ്റ്റ് മാത്രം കണക്കാക്കിയാൽ പോലും 1.5 ലക്ഷം രൂപയോളം ഒരു ഹെക്ടർ സ്ഥലത്ത് നമുക്ക് ചിലവ് വരുന്നുണ്ട്, ഡ്രിപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും മൾച്ചിങ് ഇടുന്നതിന്. മറ്റുള്ള ജൈവവളമോ പ്ലാന്റിംഗ് മെറ്റീരിയലോ ഒന്നും അതിൽ പെടുന്നില്ല. അതിൽ എത്ര രൂപ ഒരു കൃഷിക്കാരന് സബ്സിഡി കിട്ടും? 1. 2, ഒരു പ്രിസിഷൻ ഫാമിങ്ങിന് സബ്സിഡി കൊടുത്ത ഒരു പ്ലോട്ടിൽ പിന്നെ എത്ര വർഷം കഴിഞ്ഞ് സബ്സിഡി കൊടുക്കും? ഇത് 2 ആണ് അറിയാൻ. ശരിക്കും ഓപ്പൺ ഈ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ 1.5 ലക്ഷം രൂപ അല്ലേ സോളമൻ പറഞ്ഞത്? ഒരു ഹെക്ടറിലേക്ക് 1.5 ലക്ഷം രൂപ വരും അല്ലേ? അതിൻ്റെ മെറ്റീരിയൽ മാത്രം, മെറ്റീരിയൽ മെറ്റീരിയൽ ഇല്ല, ഫെർട്ടിലൈസർ ഇല്ല, ഒന്നുമില്ല, മൾച്ചിങ്. അതിലേക്ക് എത്ര എമൗണ്ട് സബ്സിഡി വരും എന്നുള്ളത് അല്ലേ? കൃത്യമായിട്ട് ഞാൻ ആ സ്കീം ഡീൽ ചെയ്യുന്ന ആളല്ല, അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് എത്ര എമൗണ്ട് വരുമെന്നുള്ളത്. തെങ്ങിന് കിട്ടുന്ന സബ്സിഡി ആയിരിക്കില്ല വാഴയ്ക്ക് കിട്ടുന്നത്, പച്ചക്കറിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ സ്പേസിങ്ങിനനുസരിച്ചിട്ടാണ് ഗവൺമെൻറ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേജറായിട്ട് എത്ര സ്പേസിങ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അവർ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ വെച്ചിട്ട് മാത്രമാണ് സബ്സിഡി തരുള്ളൂ. അതിന് ഗവൺമെൻറ് ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഉള്ളത്, ഒരു പ്രാവശ്യം മൈക്രോ ഇറിഗേഷനും പ്രിസിഷൻ ഫാമിങ്ങിനും സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്ലോട്ടിൽ പിന്നെ ഇപ്പോൾ പച്ചക്കറി കൃഷി ആണെങ്കിൽ, അദ്ദേഹം നേരത്തെ ചോദിച്ച പോലെ പ്രിസിഷൻ ഫാമിങ്ങിന് എന്ന് പറഞ്ഞ ഒരു സബ്സിഡി ജനറൽ ആയിട്ടില്ല, ഓരോ ഘടകങ്ങൾക്കുമാണ്. സൂക്ഷ്മജലസേനത്തിന് ഒരു സബ്സിഡി, പ്ലാസ്റ്റിക് മൾച്ചിങ്ങിന് വേറെ സബ്സിഡി, ഓരോ കമ്പോണന്റും, അതുപോലെ തന്നെ പോളി ഹൗസിന്. അപ്പോൾ കൃത്യമായിട്ട് സർക്കാരിന്റെ സബ്സിഡി പ്രിസിഷൻ ഫാമിങ്ങിന് ഒരു ഹെക്ടറിന് ഇത്ര സബ്സിഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനദണ്ഡമില്ല. അതാദ്യം മനസ്സിലാക്കാൻ. നേരത്തെ സുശീല പറഞ്ഞതുപോലെ വിളയുടെ ഇടയകലം അനുസരിച്ച് ഡ്രിപ്പിനുള്ള സബ്സിഡി ഉണ്ട്. അത് സർക്കാർ നിഷ്കർഷിച്ചിരിക്കുന്ന എമൗണ്ടിന്റെ ഇത്ര ശതമാനമാണ്. അത് കാലാകാലങ്ങളിൽ ഫിക്സ് ചെയ്യുന്നത്. അത് പോളിയോസിനും അങ്ങനെയാണ്. അത് നിങ്ങൾ പല സ്ഥലത്തും വാങ്ങുമ്പോൾ വിലയിൽ വ്യത്യാസം വരാം. അപ്പോൾ ശരിയായിട്ടുള്ള സർക്കാർ അപ്രൂവ്ഡ് റേറ്റിന്റെ ഇത്ര ശതമാനമാണ് അത് ഓരോ ഘടകങ്ങൾക്കും കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ അത് അവൈൽ ചെയ്യണം. വ്യക്തമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന SHMന്റെ തന്നെ സൈറ്റിൽ ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന സബ്സിഡി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് ഓരോ വർഷവും ഇത്ര രൂപ നിശ്ചയിക്കുന്നുണ്ടോ എന്ന സംശയം. സാറ് പറഞ്ഞ ഈ പ്രിസിഷൻ ഫാമിങ്ങിനും പ്ലാന്റിംഗ് മെറ്റീരിയലിനടക്കം അതിൽ സബ്സിഡി വരുന്നുണ്ട്, മൈക്രോ ഇറിഗേഷന് വേറെ സബ്സിഡി വരുന്നുണ്ട്, മൾച്ചിങ്ങിന് വേറെ സബ്സിഡി വരുന്നുണ്ട്. എല്ലാം വേറെ വേറെ കമ്പോണന്റ് ആയിട്ടാണ്. വേറെ വേറെ കമ്പോണന്റ് വരുന്നത്. എനിക്ക് ചെറുകിട കർഷകർക്ക് സാധാരണ ഈ കാർഷിക യന്ത്രങ്ങൾ, നെൽകൃഷി രംഗത്ത് കുറേ കാർഷിക യന്ത്രങ്ങൾ വന്നിട്ടുണ്ട്. മറിച്ച് നമ്മുടെ പറമ്പുകളിലൊക്കെ കൃഷി ചെയ്യാൻ ചെറുകിട കർഷകർക്ക് ഉപകരിക്കുന്ന തരത്തിലുള്ള കാർഷിക യന്ത്രങ്ങൾ എന്ന് വെച്ചാൽ കൈക്കോട്ട് പണികൾക്കൊക്കെ ആളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ തടമെടുക്കുന്നതിനും മറ്റൊക്കെ ഈ മറ്റേ ട്രാക്ടറൊക്കെ ഉള്ളിൽ കടക്കാത്ത പറമ്പുകളിൽ എന്ന് വെച്ചാൽ കഴുങ്ങ് തെങ്ങൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളവിടെ ഇടവിളകൾ ചെയ്യാൻ ഉള്ള കാർഷിക യന്ത്രങ്ങൾ ഇറക്കാൻ വല്ല സംവിധാനം യൂണിവേഴ്സിറ്റിക്കുണ്ടോ? അതിനോടൊപ്പം തന്നെ ഈ 1.5 ഏക്കർ വരുന്ന സ്ഥലങ്ങളിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ CD കർഷകർക്ക് വിതരണം ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നു. അതിനുള്ളൊരു സംവിധാനം ഉണ്ടാവുമോ എന്നുള്ളത്. മറ്റൊന്ന് രോഗകീട നിയന്ത്രണത്തിന് ഇപ്പോൾ പോളിയോസിനുള്ളിലാണെങ്കിലും പ്രിസിഷൻ ഫാമിങ്ങിലാണെങ്കിലും നമ്മളിത് കണ്ടെത്താനുള്ള ഈ രോഗങ്ങൾ കണ്ടെത്താനുള്ള ഒരു ഇത് കർഷകർക്ക് പെട്ടെന്ന് സഹായിക്കാണ്ട് വരണം. ഈ രോഗങ്ങൾ വന്നതിന് ശേഷമാണെങ്കിൽ നമ്മൾ മരുന്ന് അടിച്ചു വരുമ്പോൾ അത് കുറേ വിളകൾ നശിച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ വേണ്ടത്ര നമുക്ക് ഫലം കിട്ടാതെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യത കൃഷിയിലായാലും ഏത് കൃഷിയിലായാലും കർഷകൻ കൃഷി സ്നേഹിക്കുന്ന ആളാണെങ്കിൽ ആ കാർഷിക വിളകളെ നോക്കുകയും കാണുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രാഥമികമായിട്ട് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതുകൊണ്ട് ഇതിൽ ചോദ്യങ്ങളില്ലാത്തതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കൈമാറുന്നു. ഞാനൊരു ജാതി കർഷകനാണ്. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ആദ്യം ജാതിയുടെ കൊമ്പ് ഉണങ്ങും, അത് കഴിഞ്ഞ് ഇലകൾ കൊഴിയുക, അത് കഴിഞ്ഞ് ആ മരം തന്നെ ഉണങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ. ഇതിനെങ്ങനെ പ്രതിരോധിക്കാം? വിഷയം വളരെ കൃത്യമാണ്. കൃത്യത കൃഷിയും ഹൈടെക് ഫാമിംഗും. എങ്കിലും ഈ ചോദ്യം കാലിക പ്രാധാന്യമുള്ളതുകൊണ്ട് പ്രൊഫസർ സാലിക്ക മാത്യു. അതായത് ജാതിയിൽ നിന്ന് ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പച്ചില കൊഴിയുക എന്നുള്ളത്. നമ്മൾ എപ്പോഴും കൃഷി വകുപ്പിൽ നിന്നും നിർദ്ദേശം നൽകാറുണ്ട്, മഴ തുടങ്ങുന്നതിന് മുമ്പ് 1% വീര്യമുള്ള ബോഡോ മിശ്രിതമെങ്കിലും തളിക്കണം എന്ന്. അങ്ങനെ തളിക്കണ തോട്ടങ്ങളിൽ
ഈ കൊമ്പുണക്കം അല്ലെങ്കിൽ ഈ ഇല കൊഴിച്ചിൽ വളരെ കുറവാണ്. മിക്ക തോട്ടങ്ങളിലും അത് കാണുന്നുമില്ല. അപ്പം കൃത്യസമയത്ത് മരുന്ന് തളിക്കുകയാണെങ്കിൽ, ഇപ്പം ബോഡോമിശ്രിതം ബുദ്ധിമുട്ടാണെങ്കിൽ ചെമ്പ് കലർന്ന കുമിൾനാശിനികളായ കോപ്പർ ഓക്സിക്ലോറൈഡ് ഉണ്ട്, കോപ്പർ ഹൈഡ്രോക്സൈഡ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മഴ തുടങ്ങുന്നതോടുകൂടി വർഷാരംഭത്തിൽ ജാതിയിൽ തളിച്ചു കഴിഞ്ഞാൽ ഈ ഇല കൊഴിച്ചിൽ, കൊമ്പണക്കം, അതുപോലെ തന്നെ കായ് ചീഞ്ഞുള്ള കൊഴിച്ചിൽ ഇവയെല്ലാം നമുക്ക് നിയന്ത്രിക്കാം. കൂടാതെ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ജൈവ കുമിൾനാശിനിയായ ട്രൈക്കോഡർമ വേപ്പിൻ പിണ്ണാക്കിൽ കലർത്തി, അതായത് 50 ഗ്രാം പൊടി 5 കിലോ വേപ്പിൻ പിണ്ണാക്കിൽ അല്ലെങ്കിൽ ചാണകത്തിലോ കലർത്തി നമ്മൾ തടത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിൽ വസിക്കുന്ന രോഗാണുക്കളെ അവ നശിപ്പിക്കുകയും അങ്ങനെ തന്നെ നമുക്ക് ഒരു പരിധിവരെ ഈ രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യും. ഞാൻ സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ തന്നെ സ്ഥലം പാട്ടത്തിനെടുത്ത് പോളി ഹൗസ് ചെയ്യുന്ന ആളാണ്. ഞാൻ പങ്കെടുത്ത പല സെമിനാറുകളിലും ബയോ ഇൻപുട്സും കെമിക്കൽ ഇൻപുട്സും ചേർക്കുമ്പോൾ ഒരു 15 ദിവസത്തെ ഇടവേള നിർദ്ദേശിക്കുന്നതായി കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ 120 ദിവസം അല്ലെങ്കിൽ 90 ദിവസത്തെ ഈ പോളി ഹൗസ് കൃഷിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലിത് എത്രമാത്രം സക്സസീവായിട്ട് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിനൊക്കെ പല ചോദ്യങ്ങളും ഇവിടെ വന്നതിനെല്ലാം കൂടെ ഉത്തരമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ നമ്മൾ ഇനിയും മനസ്സിലാക്കാൻ കിടക്കുന്നുണ്ട്. അതിൽ ഒന്ന് അവിടുന്ന് പറയുന്ന ഒന്നൊരു ചോദ്യത്തിന് തന്നെയാണ്, നമുക്ക് ചില സൂക്ഷ്മ ഉപകരണങ്ങൾ തന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് നേരത്തെ കാലത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് പ്രതിരോധ നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആസ്പദമായിട്ടുള്ളത്. അപ്പോൾ ഈ ഇതായിട്ട് ചെയ്യാൻ എടുക്കുന്നതിനുള്ള ഉപകരണം, ഒരു ലെൻസ് പോലും നമ്മുടെ കർഷകർ കയ്യിൽ കരുതുന്നില്ല. ഞാൻ എപ്പോഴും ഞങ്ങൾ ട്രെയിനിങ്ങിനെ കൊടുക്കുമ്പോൾ അത് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇത്ര പവറുള്ള ലെൻസ് വേണം, അതിന് ഈച്ചകളെ നമ്മൾ വീശി പിടിക്കാനുള്ളൊരു ഒരു ചെറിയ വല വേണം, അതുപോലെ തന്നെ അത് കട്ട് ആൻഡ് റിമൂവ് എന്ന് പറയുന്ന മനസ്സിലായി അത് കട്ട് ചെയ്ത് കളയാനുള്ള ഒരു സിക്കേച്ചർ വേണം, ഈച്ചകളെ അടിച്ചു വീഴ്ത്താനുള്ള ഒരു ഫ്ലൈ സ്വാറ്റ് വേണം, ഒരു ബാറ്റ് വേണം. മിനിമം ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 300-400 രൂപയുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അതിനെ സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ ചില കെണികളുണ്ട്. ഈ കെണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിലും മുൻവിധിയായിട്ട് തന്നെ ഇത് വരുന്നുണ്ടോ ഇല്ലയോ, അതിൻ്റെ എണ്ണം എത്ര അധികരിച്ചു എന്ന് മുൻകൂട്ടി കാണാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് സുന്ദരമായിട്ട് പല നടപടികൾ ജൈവ കൃഷിക്കൂടെ രീതിയിൽ തന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യം. അതിന് അനുയോജ്യമായിട്ടുള്ള വളരെയധികം ഫാം ഇൻപുട്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അത് മണ്ണിൽ കൂടി കൊടുക്കുന്നതുകൊണ്ട്, ചെടികളിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട്, അത് ആവശ്യാനുസരണം. ഉദാഹരണം, ഒരു ചെടി വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ആ മീഡിയം തന്നെ നമ്മൾ നിർവീര്യമാക്കിയിരിക്കണമെന്നുള്ളതാണ്. ചെടി വളർന്നു വരുന്ന തൈകളും വിത്തുകളും ശുദ്ധീകരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. വളർന്നു വരുന്ന ചെടികൾ ഓരോ സ്റ്റേജിലും നമ്മളതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്ന അതിനെതിരെ നമുക്ക് സുന്ദരമായിട്ട് ഈ പറഞ്ഞ ജൈവികമായിട്ടുള്ള നമ്മുടെ സസ്യജന്യമായ കീടനാശിനി ഉപയോഗിക്കുക. ഫസ്റ്റ് അത് പ്രിവെൻറ്റീവാണ്. സെക്കൻഡ് പോയിന്റ്, ചെറിയ തോതിൽ അറ്റാക്ക് വരുന്നു, അങ്ങനെ ജീവാണുക്കൾ ലഭ്യമാണ്. അതും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സൂക്ഷ്മക്കുറവ് കൊണ്ടും നമ്മുടെ കാര്യക്ഷമതയുടെ കുറവും കൊണ്ടാണ് കീടങ്ങളും രോഗങ്ങളും വന്നു കയറാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മളൊരു കെമിക്കൽ ഇൻ്റർവെൻഷനുമാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. ഇതിന് വിവിധമായ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. ആ വിധമായ ട്രെയിനിങ്ങുകൾ, വിശദമായിട്ടുള്ള ചർച്ചകൾ നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരുന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്? ഇതിനെല്ലാം വ്യക്തമായിട്ട് അവിടെ കണക്കുകൾ കാണിക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്. പ്രത്യേകം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വിശദീകരിക്കുന്നതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ അത് ബന്ധപ്പെടുക, ഞങ്ങളത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മളുടെ ഗവൺമെൻറ് പല രീതിയിലും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സാർ അവിടെ തന്നെ പറഞ്ഞു 10 വർഷത്തിനുള്ളിൽ ഫുൾ ജൈവ കൃഷിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. എന്നാലും നമുക്ക് കൃഷിഭവൻ വഴി നമ്മൾക്ക് ഈ ജൈവ വളങ്ങൾ വിതരണം ചെയ്യുന്നതിൽ കൃഷിഭവനുകളും പഞ്ചായത്തുകളും പ്രോത്സാഹനം കൊടുക്കുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് പോലത്തെ വളങ്ങൾ, മറ്റേ ജൈവവളങ്ങൾ കിട്ടിയിരുന്നു. ഇപ്പോൾ വെറും രാസവളങ്ങൾ മാത്രമാണ് കൃഷിഭവൻ വഴി വിതരണം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അതിലേക്ക് പ്രോത്സാഹനം കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ തിരക്കേടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ആണ്, കൃഷിക്കാരൻ്റെ അക്കൗണ്ടിലേക്കാണ്. നമ്മൾ എത്ര ഏരിയ ഉണ്ടെങ്കിൽ കൃഷിക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരികയാണ്. അപ്പോൾ കൃഷിക്കാരന് ഓർഗാനിക് ജൈവവളങ്ങളോ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ ഒക്കെ വാങ്ങാനുള്ളൊരു സൗകര്യമുണ്ട്. എനിക്ക് തോന്നുന്നു പറഞ്ഞ സുഹൃത്തിന് അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക. ഇപ്പം നിങ്ങൾക്ക് ഓരോ പദ്ധതികളിലും അതിലേക്കുള്ള സബ്സിഡികൾ വരുന്നതെല്ലാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ജൈവ രീതിയിലുള്ള വളം വാങ്ങിക്കാം, കെമിക്കലായിട്ടുള്ളതാണെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വാങ്ങിക്കാനുള്ള സൗകര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ട്. അപ്പോൾ അത് കൃഷിഭവനുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക.
ഇത്തരം സംശയങ്ങളുള്ളത് നമുക്ക് വേണ്ടി സർക്കാർ ഒരുക്കിയിട്ടുള്ള സംവിധാനം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. എല്ലാ പഞ്ചായത്തുകളിലും കൃഷിഭവനുണ്ട്, ആത്മയുടെ ബ്ലോക്ക് ടെക്നോളജി മാനേജേഴ്സ് ഉണ്ട്, കൃഷി അസിസ്റ്റന്റുമാരുണ്ട്. ഇത്തരം ആളുകളുമായി ബന്ധപ്പെട്ടാൽ ഇത്തരം പ്രാഥമികമായ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവില്ല. അത് വളരെ വിലപ്പെട്ട നിർദ്ദേശമാണ്. താങ്ക് യു. അടുത്ത ചോദ്യം. ഹൈബ്രിഡും ജനിത മാറ്റം വരുത്തിയ വിത്തുകളും ഭാവിയുടെ ആശ്രയമായി കാണുന്ന ഈ കാലത്ത് പ്രതിരോധശേഷി കൂടുതലുള്ള, രുചിയും മണവും ഗുണവും കൂടുതലുള്ള നാടൻ വിത്തുകൾ സംരക്ഷിക്കുന്നതിന് കേരള കാർഷിക സർവകലാശാല നടപടികൾ എടുക്കുന്നുണ്ടോ? നമ്മുടെ കേരളത്തിലെ പോളിസി ഞാൻ സൂചിപ്പിച്ചു. ജൈവ പോളിസിയിൽ രണ്ടുമില്ല. GM വിത്തില്ല. GM വിത്ത് കൃഷി ചെയ്യുന്നതിന് അഗൻസ്റ്റാണ് കേരള ഗവൺമെൻറ്റിൻ്റെ പോളിസി. അതേപോലെ തന്നെ ഇപ്പോൾ ഈയിടെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി വന്നിട്ടുണ്ട്. അവരും GM കൃഷിയെ പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിലത്തെ പോളിസിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി ജനിതക ശേഖരം, നമുക്ക് നല്ലൊരു ജനിതക ശേഖരമാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ളത്. നെല്ലിനെ പറ്റി പറഞ്ഞാൽ മാത്രം ഞങ്ങൾക്ക് 2000-ലധികം നെൽവിത്തുകളുടെ ഒരു ശേഖരം യൂണിവേഴ്സിറ്റിയിലുണ്ട്. അത് അതിൻ്റെ ജീൻ ബാങ്ക് എന്ന് പറയും, NPPGRൻ്റെ ജീൻ ബാങ്കിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. നെല്ലിൽ മാത്രമല്ല എല്ലാത്തിലും, എല്ലാ പച്ചക്കറിയിലൊക്കെ തന്നെ നമ്മൾ നല്ലൊരു ജേം പ്ലാസം കൺസർവേഷൻ പോളിസി യൂണിവേഴ്സിറ്റിക്കുണ്ട്. അതൊരു മാൻഡേറ്ററി ഫംഗ്ഷനാണ്. യൂണിവേഴ്സിറ്റിക്ക് മാത്രമല്ല ICARൻ്റെ ഗവേഷണ കേന്ദ്രങ്ങളിലും ഇങ്ങനെയുള്ള ജനിതക ശേഖരങ്ങൾ, ജേം പ്ലാസം കൺസർവേഷൻ നടക്കുന്നുണ്ട്. കർഷകരെ തന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരു പുതിയ പദ്ധതി ജീനോം സേവിയർ അവാർഡ് കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏതൊക്കെ കർഷകർ സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള ജനിതക ശേഖരം സൂക്ഷിക്കുന്നുണ്ട് അവർക്കായിട്ട് ജീനോം സേവിയർ അവാർഡ്. കഴിഞ്ഞ 2-3 വർഷം ഈ ജീനോം സേവിയർ അവാർഡ് കിട്ടിയത് കേരളത്തിലെ കർഷകർക്കാണ് കിട്ടിയിട്ടുള്ളത്. പാലക്കാട് അകമ്പാല പാടശേഖരത്തിന് 10 ലക്ഷം രൂപയുടെ അവാർഡ് കിട്ടി. തൃശ്ശൂർ പട്ടിക്കാട് സിബി കല്ലിങ്കലിന് ജാതി കൃഷിയിലെ ഇനങ്ങൾ ശേഖരിച്ചുള്ള അവാർഡ് കിട്ടി. ഇത്തവണ 3 പേരെ വീണ്ടും ഈ പരിസരത്ത് പാലക്കാട് ജില്ലയിൽ നിന്നും മലപ്പുറത്ത് നിന്നൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ ആഴ്ചയാണ് അതിൻ്റെ നാഷണൽ റിവ്യൂ ടീം വന്ന് പരിശോധിച്ച് പോയത്. അതുകൊണ്ട് നമ്മുടെ ഇനങ്ങൾ സംരക്ഷിക്കാൻ, വൈവിധ്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. അടുത്ത ചോദ്യം നല്ല ഭൂമി കർഷക ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ ത്യാഗരാജൻ. ഹൈബ്രിഡ് വിത്തുകൾ പോളി ഹൗസിൽ ഉപയോഗിക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുന്നു. എന്തുകൊണ്ട് നാടൻ വിത്തിനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുന്നില്ല, പരീക്ഷണങ്ങൾ നടത്തുന്നില്ല? ഒരു പോളി ഹൗസ് നമ്മൾ പണിയുമ്പോൾ ഏകദേശം ഇന്നത്തെ കണക്ക് വെച്ച് 1 സെൻറ്റ് സ്ഥലത്തിന് ഏകദേശം 60,000 മുതൽ 70,000 രൂപ നിങ്ങൾ മുടക്കുമുതൽ ഇറക്കുകയാണ്. അപ്പോൾ അത്രയും മുടക്കുമുതൽ ഇറക്കി നമ്മൾ കൃഷി ചെയ്യുന്നത്, നിങ്ങൾക്ക് നാടൻ ഇനങ്ങൾ കൃഷി ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിനും വേണ്ടി മാത്രമാണെങ്കിൽ ഒരു വിരോധമില്ല. നാടൻ ഇനങ്ങൾ കൃഷി ചെയ്യാം. നാടൻ ഇനങ്ങൾ അതിൽ വരില്ല എന്നോ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റില്ല എന്നോ നമ്മൾ പറയുന്നില്ല. നിങ്ങൾ അതിൻ്റെ ഒരു കമേഴ്ഷ്യൽ ലെവലിൽ അതിനെ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ഈ കൃഷിയിൽ നിന്ന് നിങ്ങളൊരു ലാഭമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും നാടൻ ഇനം ഇതിൽ കൃഷി ചെയ്തിട്ട് ലാഭത്തിലേക്ക് എത്താൻ സാധിക്കില്ല. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുരുമുളക് പുനരുദ്ധാരണത്തിന് പദ്ധതി. നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ 375 ലക്ഷം രൂപയുടെ പദ്ധതി. റബ്ബർ ഷീറ്റ് സംസ്കരണത്തിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് പാക്കേജ് പദ്ധതിയുടെ കീഴിൽ കുരുമുളക് പുനരുദ്ധാരണത്തിന് 7 കോടി രൂപയുടെ പദ്ധതി സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്നു. നിലവിൽ കുരുമുളക് കൃഷി ചെയ്യുന്ന സ്ഥലവിസ്തൃതി അതേപടി നിലനിർത്തുക, കുരുമുളകിന്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, ജൈവ കുരുമുളക് കൃഷി പ്രോത്സാഹിപ്പിക്കുക, മികച്ച നടീൽ വസ്തുക്കളുടെ ലഭ്യതയ്ക്ക് വികേന്ദ്രീകൃത നഴ്സറികൾ സ്ഥാപിക്കുക, കുരുമുളക് തോട്ടങ്ങൾക്ക് ആവശ്യം വേണ്ടുന്ന നല്ല താങ്ങുകാലുകൾ വളർത്തിയെടുക്കുക, ദ്രുതവാട്ട രോഗത്തിനെതിരെ ഉചിതമായ സസ്യസംരക്ഷണ നടപടികൾ സ്വീകരിക്കുവാൻ കർഷകരെ സഹായിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജൈവ കുരുമുളക് കൃഷി ചെയ്യുന്നവർക്ക് ഹെക്ടറിന് 10,000 രൂപ ധനസഹായം നൽകും. കുരുമുളക് കൃഷിക്ക് സാധാരണ ഉപയോഗിക്കുന്ന താങ്ങുമരമായ മുരുക്കിന് പകരം
ശീമക്കൊന്ന, സിൽവർ ഓക്ക്, കിളിഞ്ഞിൽ തുടങ്ങിയ താങ്ങുമരങ്ങളുടെ ഉപയോഗം വ്യാപിപ്പിക്കും. തൈ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ 20 നഴ്സറികൾ സ്ഥാപിക്കും. പരമ്പരാഗത കുരുമുളക് ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ വൻ നഷ്ടം വരുത്തുന്ന കുമിൾ രോഗമായ ദ്രുതവാട്ടം നിയന്ത്രിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കും. ജൈവ പച്ചക്കറി കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന കുടുംബ കൃഷിത്തോട്ടത്തിൽ സ്വയം തയ്യാറാക്കി ഉപയോഗിക്കാവുന്ന ഒരു ജൈവ വളക്കൂട്ടാണ് വളച്ചായ. 5 കിലോഗ്രാം ചാണകം, 10 ലിറ്റർ ഗോമൂത്രം, 1/2 കിലോഗ്രാം കടലപ്പിണ്ണാക്ക്, 1/2 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 1/2 കിലോ ശർക്കര, 5 പാളയംകോടൻ പഴം, 50 ലിറ്റർ ശുദ്ധജലം എന്നിവയാണ് ചേരുവകൾ. ചാണകവും ഗോമൂത്രവും നന്നായി ഇളക്കി ചേർത്തതിലേക്ക് കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചേർക്കുക. ശർക്കര ലായനിയും പാളയംകോടൻ പഴം ചതച്ചതും ഈ മിശ്രിതത്തിലേക്ക് ചേർക്കുക. തുടർന്ന് 50 ലിറ്റർ വെള്ളം ചേർത്തിളക്കി ഒരു ടാങ്കിൽ ഒഴിച്ച് വായ്ഭാഗം മൂടിക്കെട്ടി വയ്ക്കുക. 10 ദിവസം ഇളക്കിയും 10 ദിവസം ഇളക്കാതെയും സൂക്ഷിക്കണം. അതിനുശേഷം നന്നായി ഇളക്കിയെടുത്ത് പച്ചക്കറികളിൽ നേരിട്ട് പ്രയോഗിക്കുക. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഫാമുകളിൽ നിന്ന് വിത്ത്, തൈകൾ, നടീൽ വസ്തുക്കൾ എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷം 375 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നു. നിലവിലുള്ള കൃഷി വകുപ്പ് ഫാമുകൾ ആധുനികവൽക്കരിച്ച് മാതൃകാപരവും വിപണന കേന്ദ്രവുമായ കാർഷിക യൂണിറ്റുകളായി രൂപാന്തരപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി പ്രകാരം തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല ബനാന നഴ്സറി, അഞ്ചൽ ജില്ലാ കൃഷിത്തോട്ടം, കൊട്ടാരക്കര കാഷ്യൂ ഫാം, വണ്ടിപ്പെരിയാർ വെജിറ്റബിൾ ഫാം, മാവേലിക്കര ജില്ലാ കൃഷിത്തോട്ടം, പന്തളം ഷുഗർ കെയിൻ ഫാം, ചാലോട് കേരസംഭരണ കേന്ദ്രം, പാലയോട് കോക്കനട്ട് നഴ്സറി തുടങ്ങി വിവിധ ഫാമുകളുടെ നവീകരണവും പുനരുദ്ധാരണവും സമയബന്ധിതമായി നടപ്പാക്കും. എല്ലാ ഫാമുകളുടെയും സമഗ്ര വികസനത്തിനോടൊപ്പം ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായിരിക്കും പദ്ധതി മുൻഗണന നൽകുക. കൃഷി വകുപ്പിന്റെ നെടുമങ്ങാട് കാർഷിക മൊത്ത വ്യാപാര വിപണിയുടെ ആഭിമുഖ്യത്തിൽ സഞ്ചരിക്കുന്ന പഴം പച്ചക്കറി വിൽപ്പനശാല ആരംഭിക്കുന്നു. ഇതനുസരിച്ച് നാടൻ പഴം പച്ചക്കറി കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കൾക്ക് ന്യായവിലയ്ക്ക് ലഭ്യമാക്കും. സഞ്ചരിക്കുന്ന വിൽപ്പനശാലയുടെ ഉദ്ഘാടനം ആഗസ്റ്റ് 17 തീയതി രാവിലെ 9:30 മാർക്കറ്റ് അതോറിറ്റി ചെയർമാൻ കൂടിയായ തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ പാലോട് രവി MLA നിർവഹിക്കും. റബ്ബർ ഷീറ്റ് സംസ്കരണം, തരംതിരിക്കൽ എന്നിവയിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. ആഗസ്റ്റ് 27, 28 തീയതികളിൽ കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് പരിശീലനം. കർഷകർ, വ്യാപാരികൾ, ഉൽപ്പന്ന നിർമ്മാതാക്കൾ, റബ്ബർ കറ സംസ്കരണ, ഷീറ്റ് നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവരെ ഉദ്ദേശിച്ചാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0481 2 353 325. മറ്റൊരു ഫോൺ നമ്പർ 0481 2 35 3127. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 16,700 രൂപ, കോഴിക്കോട് 18,100, തൃശൂർ 16,900, കൊപ്ര കൊച്ചി 11,700, കോഴിക്കോട് 12,000, തൃശൂർ 11,280, കുരുമുളക് അൺഗാർബിൾഡ് 71,300, ഗാർബിൾഡ് 74,300, ചുക്ക് മീഡിയം 31,000, ബെസ്റ്റ് 32,500, മഞ്ഞൾ സേലം 7,000, ഈറോഡിൽ 7,200, അടയ്ക്ക പുതിയത് 25,000 മുതൽ 26,000 വരെ. കൊച്ചി റബ്ബർ RSS 5 12,600, റബ്ബർ RSS 4 13,000, കോട്ടയം റബ്ബർ RSS 5 12,650, റബ്ബർ RSS 4 13,100. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 16,700 രൂപ, കൊപ്ര 11,700, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300, റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 71,300, ഗാർബിൾഡ് 74,300, ചുക്ക് മീഡിയം 31,000, ബെസ്റ്റ് 32,500, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 25,000 മുതൽ 26,000 വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225 മുതൽ 270 രൂപ വരെ, തൊണ്ടില്ലാത്തത് 425 മുതൽ 480 വരെ. ജാതിപത്രി 700 മുതൽ 850 വരെ, ഗ്രാമ്പു 900 മുതൽ 1,020 വരെ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 12,600, റബ്ബർ RSS 4 13,000, ഒട്ടുപാൽ 8,300, ലാറ്റക്സ് 9,500. കമ്പോള അവലോകനം. ആഗോളതലത്തിൽ റബ്ബറിന് നേരിട്ട വില തകർച്ച സംസ്ഥാനത്തെ വിപണികളെയും തളർത്തി. റബ്ബർ ഉൽപാദനം കുറഞ്ഞതിനാൽ കൊച്ചി, കോട്ടയം, മലബാർ വിപണികളിൽ ഷീറ്റ് ക്ഷാമം അനുഭവപ്പെട്ടെങ്കിലും ടയർ കമ്പനികൾ മികച്ച ഇനം റബ്ബർ വില കിലോ 144 താഴ്ത്തി.
ഷീറ്റിന്റെ വില തകർച്ച മൂലം ഒട്ടുമിക്ക തോട്ടങ്ങളിലും ടാപ്പിംഗ് സജീവമല്ല. ലേലകേന്ദ്രത്തിലേക്കുള്ള ഏലക്ക വരവ് 2 മാസത്തിനിടയിൽ ഉയർന്ന തലത്തിൽ. തേക്കടി ലേലത്തിനെത്തിയ 84,914 കിലോ ഏലക്ക പൂർണ്ണമായി വിറ്റഴിഞ്ഞു. മികച്ച ഇനങ്ങൾ 1097 രൂപയായും ശരാശരി ഇനങ്ങൾ 809 രൂപയിലുമാണ്. നാളികേരോൽപ്പന്നങ്ങൾ ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ സ്റ്റഡിയായി നീങ്ങിയെങ്കിലും കൊപ്രയുടെ വരവ് കുറഞ്ഞു. പാമോയിൽ അടക്കമുള്ള ഭക്ഷ്യ എണ്ണകൾ ശക്തമായ നിലയിലാണ്. സുഗന്ധവ്യഞ്ജന വിപണിയിൽ കുരുമുളക്, ചുക്ക്, മഞ്ഞൾ വരവ് കുറഞ്ഞു. അതേസമയം പുതിയ ജാതിക്ക വരവ് ശക്തമായി. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 29.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 28.3, 22.8. കൊച്ചി 28.2, 23.4. ആലപ്പുഴ 27.2, 23.5. പുനലൂർ 29.5, 21. തിരുവനന്തപുരം 30.4, 23.2 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.